രമേശ്, എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. ചില നേരത്ത് രമേശിന്റെ ഭാവം കണ്ടാൽ തോന്നും ലോകത്ത് മറ്റാർക്കും ഒരു വേദനയും ഇല്ലെന്ന്. എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. നോക്കൂ രമേശ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ. പലതും മറന്നാലേ നമുക്ക് ജീവിക്കാൻ ഒക്കുമെന്ന് രമേശ് തന്നെ പറയാറില്ലേ? ശരിയാണ്. പക്ഷെ രാധേ, എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് പറയുകയായിരിക്കും. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് രമേശിനോട് അതിയായ സ്നേഹമാണ്. പോരെ അമ്മേ? ഇത്ര വേഗം ഷോപ്പിംഗും കഴിഞ്ഞെത്തിയോ? അല്ല, രാധയുണ്ടല്ലോ, ഇരിക്കും മോളെ. അമ്മേ, രാധ ചേച്ചി കാരണം ഞങ്ങൾക്ക് 6 രൂപ ലാഭം. എങ്ങനെ? ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വന്നില്ല, കാറിൽ കൊണ്ടുവന്നാക്കി. ഇവരെ കണ്ട കാരണം നീ ഇവിടെ ഒന്ന് വന്നല്ലോ മോളെ. അയ്യോ അമ്മേ, രാധ ചേച്ചി അങ്ങനെ ചുമ്മാ അവതാരം കാണിച്ചു വന്നല്ല. കാണാൻ കൊള്ളാവുന്ന ഒരു ചേട്ടൻ ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തെ കാണാനാ ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഒന്ന് ചുമ്മാതിരിക്കടി, ഈ പെണ്ണിന്റെ നാവിന് തീരെ എല്ലില്ല. ഇനി ഞാനിവിടെ വരില്ല. രാധ ഇവിടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് കൊണ്ടുപോരില്ലേ? ചേട്ടനെ കൊണ്ട് താലി കെട്ടിച്ച്. എന്താടി ഇവിടെ ഒച്ചയും ബഹളവും? ചേട്ടനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് മേനോന്റെ മകൾ രാധ. മിസ് രാധ എന്തിനാ വന്നിരിക്കുന്നത്? വഴിയിൽ വെച്ച് ഇവരെ കണ്ടു. അമ്മേ, ഞാനൊന്ന് പുറത്തേക്ക് പോകും. കൊള്ളാം, രണ്ടുപേർക്കും നല്ല പോലെ അഭിനയിക്കാൻ അറിയാം. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ. വാ. ആരാ എന്റെ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്? What is your name? Hello, my name is Sorry, വായി നോക്കാതെ പോടാ. ആരെങ്കിലും ഒന്ന് തപ്പണമല്ലോ. അമിതാഭ് ബച്ചന്റെ അഭിനയം എനിക്ക് വലിയ ഇഷ്ടമാണ്. അഭിനയോ അതോ അമിതാഭ് ബച്ചനെയോ? മുഴുവൻ ചിരിച്ച് കളയല്ലേ, കുറച്ച് ബാക്കി വെച്ചേക്കണേ. സിനിമ കണ്ടിട്ട് വരികയാണോ? അടിപ്പടങ്ങൾ ഇഷ്ടമാണല്ലേ? എനിക്കും അങ്ങനെ അടിപ്പടങ്ങൾ വളരെ ഇഷ്ടമാണ്. താൻ അടി വാങ്ങുന്ന ലക്ഷണമുണ്ട്. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, ചുമ്മാ കുരയ്ക്കാതെ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നോക്കൂ, ഞാനൊരു സൗന്ദര്യ ആരാധകൻ. സൗന്ദര്യം എവിടെ കണ്ടാലും അത് ആസ്വദിച്ച് അഭിപ്രായം പറയാൻ ആരുടെയും അനുവാദം വേണ്ട. നമുക്ക് പോകാം. എങ്ങോട്ട്? തേക്കടി, കോവളം. ഓ, അത് ശരി. 1 minute please. Okay, oh, thank you. Let us proceed. Eat, drink, and merry. Enjoy life. സാറ് ഒന്ന് നന്നായി. ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുമായിരുന്നു. എന്താ കാര്യം? ഈ മനുഷ്യൻ ഞങ്ങളോട് മര്യാദകേടായി സംസാരിച്ചു സാർ. അയ്യോ, പച്ചക്കള്ളമാണ് സാർ. എന്നെ കണ്ട അങ്ങനെ തോന്നും. വിരലൊടിഞ്ഞ്. സന്ധ്യക്ക് പെൺകുട്ടികൾ ഇങ്ങനെ പാർക്കിൽ കറങ്ങി തിരിഞ്ഞ് കിടന്നാൽ ആണുങ്ങൾ ചിലപ്പോൾ കളിയാക്കുന്നൊക്കെ വരും. അതൊഴിവാക്കി നേരത്തെ വീട്ടിൽ പോകുന്നില്ലേ നല്ലത്? ഞങ്ങൾക്ക് ഉപദേശമൊന്നും ആവശ്യമില്ല സാർ. പെൺകുട്ടികളോട് മര്യാദകേടായി പെരുമാറിയവനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അറിയേണ്ടത്. അതിന് കഴിവില്ലെങ്കിൽ വിവരം പറഞ്ഞാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എങ്ങനെ? കാലിൽ ചെരുപ്പിട്ടിരിക്കുന്നത് നടക്കാൻ വേണ്ടി മാത്രമല്ല, വേണ്ടി വന്നാൽ അടിക്കാൻ കൂടിയാണ്. തൽക്കാലം നിയമം നിങ്ങൾ കൈകാര്യം ചെയ്യണ്ട, അതിന് ഞങ്ങളുണ്ട്. നിങ്ങൾ പോണം. താങ്ക് യു സാർ. മടി. എന്താണ് അതിന്റെ പേര്? കേശവള്ള. ജോലി? കുക്കിയിൽ ഗമസ്തൻ. വക്കീൽ ഗുമസ്തൻ. ഏത് വക്കീലിന്റെ? അയ്യോ, മേനു സാറിനെ സാർ അറിയില്ലേ? കേരള വണ്ടിയിൽ.
അമ്മമാരൊക്കെ ചുമ്മാ വിട്ടാലേ തലേ കയറി കളയും. അങ്ങനെ നോട്ടം. ഈ ജോലി രാജിവെച്ചത് നന്നായി മോനെ. നീ ഇവിടെ ഇല്ലെങ്കിൽ ഈ പ്രായമായ പെമ്പിള്ളേരെയും കൊണ്ട് അമ്മ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? എത്ര പാടുപെട്ടിട്ടാണ് അമ്മേ ഒരു ജോലി കിട്ടിയത്. ആ സാരമില്ല, ഏതായാലും ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും ഇനി ജോലി കിട്ടുന്നിടത്തേക്ക് പോകാമല്ലോ. പോകാം മോനെ. ശാന്തയുടെ വിവാഹം നമുക്ക് കഴിയുന്നതും വേഗം നടത്തണം. അച്ഛൻ തീയതി വരെ നിശ്ചയിച്ചിരുന്നതല്ലേ. അതിനു മുമ്പ് അമ്മ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരുന്നല്ലോ. പോയ അച്ഛൻ തിരിച്ചു വരും. ശാന്തയുടെ കല്യാണം അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് നടത്താം. പോരെ അമ്മേ? ശാന്ത ചേച്ചിയുടെ കല്യാണമാണോ ആദ്യം നടക്കാൻ പോകുന്നത്? എന്താടി, നിന്റെ കല്യാണം ആദ്യം നടത്തണം? വേണ്ട വേണ്ട, പറയുന്ന ആളുടെ കല്യാണം അല്ലേ ആദ്യം നടക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു തോന്നൽ. എന്റെ തോന്നൽ കുറച്ച് കൂടി പോകുന്നുണ്ട്. ഇവൾ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അവളോട് ചോദിക്കൂ. എന്താടി? അമ്മേ, ഈ നാട്ടിലെ പണക്കാരനായ ഒരു വക്കീലിന്റെ സുന്ദരിയായ മകൾ, പേര് രാധ. ചേട്ടൻ ആഴ്ചയിൽ 2 കത്തുകൾ വീതം അയക്കുന്ന കാര്യം പരസ്യമായ ഒരു രഹസ്യമാകുന്നു. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഇതൊക്കെ ഇവക്ക് അറിയാനാണോ പ്രയാസം? വിമൻസ് കോളേജിലെ CID-കളെല്ലാം ഇവിടെ കീഴിലല്ലേ? അവളുടെ ഒരു എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ എത്താമെന്നുള്ള കരാറില SI കേശവപിള്ള വിട്ടയച്ചത്. എന്റെ ഗുരുവായൂരപ്പ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാനോ? അതും പെൺപിള്ളേർ ശല്യം ചെയ്തിട്ട്? എന്റെ പൊന്നു ഇൻസ്പെക്ടർ സാറേ, ഓ വക്കീൽ സാറേ, ഒരു പെണ്ണെന്ന നിലയ്ക്ക് എന്റെ വീട്ടുകാരിയെ പോലും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. പിന്നെയാണോ മറ്റു പെൺപിള്ളേർ ശല്യം ചെയ്യാൻ പോകുന്നത്? ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. കേശവപിള്ളയെ കൈയോടെ കൊണ്ടുചെല്ലാനാ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. വക്കീൽ സാറേ, ഏതായാലും എന്റെ ഗുമസ്തൻ അത്രക്കാരനല്ല. നിങ്ങൾ കാള് തെറ്റിയതാ. ഞാൻ SI യോട് സംസാരിച്ചോളാം, നിങ്ങൾ പോയിക്കോ. ഗുരുവായൂരപ്പ, രമേഷിന്റെ അച്ഛൻ മരിച്ച ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ മാത്രമല്ല, ഞാനും ഇതുവരെ മോചിതനായിട്ടില്ല. ഇത്രയും എഫിഷ്യന്റ് ഒരു മാനേജരെ എനിക്കിനി എവിടെ നിന്ന് കിട്ടാൻ? മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പാണ് ശാന്തയുടെ വിവാഹത്തെ കുറിച്ചുള്ള സംസാരിച്ചത്. എന്നെ കൊണ്ടാകാവുന്നതെല്ലാം ചെയ്യാമെന്ന് ഞാനും പറഞ്ഞു. പക്ഷെ ഇനി എന്ത് ചെയ്യാനാ? അവളുടെ അച്ഛൻ നിശ്ചയിച്ച തീയതിക്ക് തന്നെ വിവാഹം നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ചടങ്ങ് മാത്രം മതി. ചെറുക്കന്റെ വീട്ടുകാർക്കും സമ്മതമാ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗോപാലിന്റെ മനസ്സിന് ശാന്തി കിട്ടുന്ന കാര്യം അതായിരിക്കും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ശാന്തയോട്. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ രമേശ് വിഷമിക്കണ്ട. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അത്യാവശ്യത്തിന് വേണ്ടത് എന്റെ കയ്യിൽ കാണും. ഇല്ലെന്നല്ല, എന്നാലും പണം മാത്രമല്ലല്ലോ പ്രശ്നം. ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണമാണ്. അത് ഭംഗിയായി നടക്കണം. പക്ഷേ അത് നടത്തേണ്ട ആള് ഞങ്ങളെ വിട്ടുപോയി. അച്ഛനില്ലാതെ ഞാനിതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ അതിനെന്താ, എന്നോട് എന്ത് ചോദിക്കാം. അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അവളുടെ വിവാഹം മംഗളമായിട്ട് ഞാൻ നടത്തും. അല്ല, ഈ പെമ്പിളര് വളരുന്ന ഒരു വളർച്ചയെ ഫ്രോക്ക് വിട്ടുകൊണ്ട് ഇതിലേ കളിച്ചാണ് പെങ്കൊച്ച. നോക്കിക്കേ, ആ അടുത്ത കൊല്ലാകുമ്പോഴത്തേക്ക് ഇവളൊരു കുറ്റം താരാട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കും. അതൊക്കെ ഗോപാലിന്റെ മകളുടെ വിവാഹം കമ്പനി ചെലവിൽ നടത്തേണ്ടത് നമ്മുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. പ്രശ്നത്തിന് വേണ്ടി ഇത്രയും വലിയൊരു തുക ചെലവാക്കണോ? ഏടോ ഡിസൂസ, താൻ ഇത്രയ്ക്കും മധേനാണ്. ഉണ്ണിത്താൻ ഒന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യില്ല. ഇല്ല, മറ്റേ വർത്താനം പറയുന്നത്. നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും രഹസ്യം എനിക്കുണ്ടോ? അതില്ല, പക്ഷേ അവരിങ്ങോട്ട് ആവശ്യപ്പെടാതെ അങ്ങോട്ട് എന്ന് കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞതിലാ ഞങ്ങൾക്ക് സംശയം. എന്റെ പൊന്നു മുതലാളി, വല്ല പ്രത്യേക ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നെ ഈ കാര്യത്തിൽ ഇടപെടുത്തരുത്. അന്നത്തെ അടിക്ക് 2 അണപ്പല്ല ഞാൻ വിഴുങ്ങിപ്പോയത്. വേണ്ട. എടോ ശേഖർ, ഉണ്ണിത്താൻ എന്ത് ചെയ്താലും നമ്മൾ അറിയില്ലേ? പിന്നെന്താ? അപ്പൊ അതുവരെ ആ കാര്യം സസ്പെൻസിൽ ഇരിക്കട്ടെ. ഓഹോ, സസ്പെൻസ്. അമ്മേ, അമ്മേ, ഇരിക്കണം. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. എന്റെ വീട്ടിൽ വന്നിട്ട് നിന്നെ ഒന്ന് സൽക്കരിച്ചില്ലെന്ന് വേണ്ട. ഒന്നും വേണ്ടെന്ന് അമ്മയൊന്ന് കണ്ടാ മതി. എന്താ മോനെ? നിന്റെ
കാക്കിക്കുപ്പായം കണ്ട അമ്മ പരിഭ്രമിച്ചെന്ന് തോന്നുന്നു. അമ്മയെ പേടിക്കുകയൊന്നും വേണ്ട. പഠിക്കുന്ന കാലത്ത് ഞാനൊരു ഗോപിയെ പറ്റി പറയാറില്ലേ? ആ ദരിദ്രവാസിയായ ഇൻസ്പെക്ടർ രൂപത്തിൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. കേട്ടോ അമ്മേ, കോളേജിൽ വെച്ച് ഇവൻ ഞങ്ങളെ വാചകം അടിച്ചു വധിക്കും. ലാത്തിഗോപി എന്നാ വിളിക്കാറ്. ഇപ്പൊ ഏതാണ്ട് സംഗതി ഒത്തു വന്നു. വെറുതെ ഇല്ല. അമ്മ ഇരിക്കും അമ്മേ. പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഇവനെ ബഹുമാനിച്ചേ പറ്റൂ. പക്ഷെ ഇവിടെ വേണ്ട. അല്ല മോനെ, എന്തെങ്കിലും കുടിക്കാൻ? അമ്മ ഇരിക്കൂ. ശാന്തേ, ശാന്തേ. മോനിവിടെ വന്നിട്ട് എത്ര കാലമായി? കുറച്ചു നേരമായി. നോക്കുകയൊന്നും വേണ്ട. എന്റെ സഹോദരി ശാന്ത. ഇത് ഇൻസ്പെക്ടർ ഗോപി. നമസ്കാരം. നമസ്കാരം. മോളെ 2 കപ്പ് കാപ്പി. എടീ, ഇവിടെ വാടി. ഇതാണ് ശോഭ. ആള് വലിയ കാന്താരിയാണ്. അറിയാം. എങ്ങനെ? ശോഭയെ പോലെ 10 പെൺപിള്ളേരെ നാട്ടിലുണ്ടെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല. അതെന്താ മോനെ? പെൺപിള്ളേരെ വഴി നടക്കാൻ അനുവദിക്കത്തരത്തിന് ഇവരെല്ലാം പൊക്കിയെടുത്ത് എന്നെ ഏൽപ്പിച്ചു. എങ്കിൽ പഠിപ്പ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോലീസിൽ ചേർത്ത് കളയാം. എന്താണ് ഇത്ര കാര്യമായി നോക്കുന്നത്? ഞാൻ മുന്നിൽ നിൽക്കുമ്പോ എന്തിനാ എന്റെ ഫോട്ടോ നോക്കുന്നത്? മുന്നിൽ നീ ഉണ്ടെങ്കിലും നിന്റെ മുഖത്തുനിന്ന് തലോടാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലല്ലോ. ഫോട്ടോ ആകുമ്പോ തലോടുക മാത്രമല്ല, വേണമെങ്കിൽ ഒരു ചുംബനം കൂടിയാവാം. അനാവശ്യം പറയാതെ. ചുംബനം ഒരു അനാവശ്യം. ഇത്രയും സാധ്യതകളുള്ളൊരു സംഗതി ഈ ഭൂമുഖത്ത് വേറെയില്ല. എന്താ, ശരിയല്ല? എന്തോ. പക്ഷേ രമേശ് ഇപ്പൊ പഴയ രമേശായിരിക്കുന്നു. എനിക്കിപ്പോ സമാധാനമായി. സമാധാനം അതെത്ര അകലെയാണ് രാധേ. പ്രായമായ 2 സഹോദരി, അമ്മ. എന്റെ സെലക്ഷൻ ശരിയായില്ല. എന്ത് സെലക്ഷൻ? എന്നെ സെലക്ട് ചെയ്തു. അത് ഞാൻ സഹിച്ചു. ജീവിതകാലം മുഴുവൻ ഇനി സഹിക്കുകയും ചെയ്യും. വേണ്ട, നീ ദുഃഖി. രമേശത്തുള്ള എന്ത് ദുഃഖവും എനിക്ക് സന്തോഷമാണ്. രമേശ് വന്നിട്ട് അധികം നേരമായോ? അയ്യോ ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. സുരേഷ് കുഞ്ഞിന് 100 ആയുസാണ്. വിട്ടി കുഞ്ഞിനല്ല എന്നെ. രമേശ് എന്നുള്ളത് എപ്പോഴും എന്റെ നാവിന് സുരേഷ് എന്നേ വരത്തുള്ളൂ. വക്കീൽ സാറെ കാലിൽ വെച്ച് കുഞ്ഞിനെ പറ്റി തന്നെ പറയുകയായിരുന്നു. ശാന്തയുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചാ രമേശ് ക്ഷണിക്കാൻ വന്നാണ്. കല്യാണം നടത്തി കൊടുക്കേണ്ടത് നമ്മളെ എന്തിനാ രമേശ് ക്ഷണിക്കാൻ വന്നത്? ഇവരും അറിയിക്കാമെന്ന് കരുതി. അത് വേണമല്ലോ. ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മറ്റൊരു കല്യാണത്തെ പറ്റി ആലോചിക്കേണ്ടതുണ്ടല്ലോ. ഇല്ലേ രാഘവനെ? രമേശേ, ഞാനതൊന്ന് മാറ്റിയിട്ടിട്ട് വരാം. ഇരിക്കെ. ഇതുവരെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ. ഒന്നിനെ പറ്റി തിട്ടപ്പെടുത്തി പറയാൻ വയ്യ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ചെറുക്കനും പെണ്ണും അച്ഛനമ്മയെ സമീപിക്കുന്നത്. എന്തിനാ? ആശീർവാദം വാങ്ങിക്കാൻ. നന്നായിട്ടുണ്ട്. ഇത് ശാന്ത ചേച്ചിക്ക് നന്നായി ചേരും. ചേട്ടാ, ഇതുപോലൊരു സാരി എനിക്കും വാങ്ങിച്ചു തരൂ. നിന്റെ കല്യാണം വരട്ടെ. ഒന്ന് പോ ചേട്ടാ. അമ്മേ, ഇവള് പറയുന്ന കേട്ടാത്തോന്ന് ഇവർക്ക് കല്യാണമേ വേണ്ടത്. ഇതിനെല്ലാം കൂടി എത്ര രൂപയായി മോനെ? അത് കുറച്ചായി. അവളെവിടെ? ശോഭേ, അവളെ വിളിക്ക. ശാന്ത ചേച്ചി, ചേട്ടൻ വിളിക്കുന്നു. ചേട്ടാ, രാധ ചേച്ചി വന്നിട്ടുണ്ട്. ഓഹോ. 2 പേരും കൂടി 2 മണിക്കൂറായി രഹസ്യം പറച്ചില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴേ എന്നെ ഓടിച്ചു. എടീ, ഇതൊക്കെ ഇഷ്ടമായോ നോക്ക്. മക്കളിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ
ഇനി കുറെ നാളേക്ക് ശാന്ത നമ്മളെ ഒന്നും ഓർക്കില്ല. അതെന്താ? ഹണിമൂണല്ലേ? ഓ, അത് ശരിയാണല്ലോ. കല്യാണത്തിന് മുൻപ് രണ്ടുപേരും കൂടി നടത്തുന്ന ഹണിമൂൺ ഞങ്ങളാരും അറിയുന്നില്ലെന്നായിരിക്കും. എന്റെ പൊന്നു രാജേച്ചി, നിങ്ങളുടെ കല്യാണത്തിനെങ്കിലും എനിക്ക് ഇതുപോലൊരു പട്ടുസാരി വാങ്ങിച്ചു തരാൻ ചേട്ടനോട് പറയണം കേട്ടോ. നീർക്കോലി നീലിമ, ലെക്ചറർ, വിമൻസ് കോളേജ്. എന്ത്? നീർക്കോലി നീലിമ, ബെൻസ് ഭാഗീരഥി, ഭൂലോകരംഭ ഭവാനി. ഇവരെല്ലാണ്ട് ലെക്ചർമാരാ. ഇവർക്കെല്ലാം ഇൻവിറ്റേഷൻ കൊടുക്കണം. ശരിക്കുള്ള പേര് പറ, എഴുതാം. ഇരട്ട പേര് പറഞ്ഞ് ശരിക്കുള്ള പേര് ഓർമ്മയെ വരുന്നില്ല. ഓർമ്മ വരുമ്പോഴേ നീ തന്നെ എഴുതിയാ മതി. എടി ശാന്തേ, നിനക്ക് ചിലരെല്ലാം നേരിട്ട് ക്ഷണിക്കണമെന്ന് പറഞ്ഞില്ലേ? ക്ഷണിക്കണം. ഞാൻ നാളെ കാറുമായി വരാം. രാവിലെ തന്നെ റെഡി ആയിരിക്കണം. രാജിക്ക് ഞാനും വരാം. ഒന്നും വേണ്ട, നീ നാളെ ഇതെല്ലാം സ്റ്റാമ്പ് ഒട്ടിച്ചയക്കണം. ഓക്കെ? ഓക്കെ. ഹലോ ശോഭ, എവിടേക്കാണ്? ശാന്തേച്ചിയുടെ കല്യാണക്കുറിയാ പോസ്റ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു. ഞാൻ വീട്ടിലേക്ക് വന്നെന്ന് കരുതായിരുന്നു ശാന്തയെ കാണാൻ. അതിന് ശാന്തേച്ചി വീട്ടിലില്ലല്ലോ. രാജിച്ചേച്ചിയുടെ കൂടെ ചിലരൊക്കെ നേരിട്ട് ക്ഷണിക്കാൻ പോയിരിക്കുക. സന്ധ്യയ്ക്ക് മുമ്പ് വരും. എന്നാ വരും, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, താങ്ക്സ്. മറ്റേ ശാന്തേ, ഞാൻ അച്ഛനൊന്ന് ഫോൺ ചെയ്തിട്ട് വരട്ടെ. ഹലോ അച്ഛൻ, ഞാനാണ് രാധ. എല്ലാവരെയും ക്ഷണിച്ചു വന്നപ്പോ വൈകി. ഞാൻ ശാന്തി വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാം. കുറച്ച് ലേറ്റാവും. പന്ത്രണ്ട് പണി രാത്രി തന്നെ കഴിയുമല്ലേ? അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എല്ലാം നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് റെഡിയായിരിക്കും. ആരെയും ക്ഷണിക്കാൻ മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നുമില്ല അമ്മേ, ശാന്തയുടെ കല്യാണം ഭംഗിയായി നടക്കും. എന്താ ശാന്തി ആരൊക്കെയോ ഒരു ടാക്സിയിൽ പിടിച്ചു വയറ്റിക്കൊണ്ട് പോയി. എങ്ങോട്ട്? എങ്ങോട്ടൊന്നും എനിക്കറിയില്ല. ടാക്സിയുടെ നമ്പർ MSK 4584. ദൈവമേ, ഞാൻ വരും. രമേശ്, എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. ചില നേരത്ത് രമേശിന്റെ ഭാവം കണ്ടാൽ തോന്നും ലോകത്ത് മറ്റാർക്കും ഒരു വേദനയുമില്ലെന്ന്. രാധേ, എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. നോക്കൂ രമേശ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ. പലതും മറന്നാലേ നമുക്ക് ജീവിക്കാൻ ഒക്കുമെന്ന്
രമേശ് തന്നെ പറയാറില്ലേ? ശരിയാണ്. പക്ഷെ രാധേ, എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് പറയുകയായിരിക്കും. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് രമേശിനോട് അതിയായ സ്നേഹമാണ്. പോരെ? എന്താണ് ഇത്ര കാര്യമായി നോക്കുന്നത്? ഞാൻ മുന്നിൽ നിൽക്കുമ്പോ എന്തിനാ എന്റെ ഫോട്ടോ നോക്കുന്നത്? മുന്നിൽ നീ ഉണ്ടെങ്കിലും നിന്റെ മുഖത്തുനിന്ന് തലോടാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലല്ലോ. ഫോട്ടോ ആകുമ്പോ തലോടുക മാത്രമല്ല, വേണമെങ്കിൽ ഒരു ചുംബനം കൂടിയാവാം. അനാവശ്യം പറയാതെ. ചുംബനം ഒരു അനാവശ്യം. ഇത്രയും സാധ്യതകളുള്ളൊരു സംഗതി ഈ ഭൂമുഖത്ത് വേറെയില്ല. എന്താ, ശരിയല്ല? എന്തോ. പക്ഷേ രമേശ് ഇപ്പൊ പഴയ രമേശായിരിക്കുന്നു. എനിക്കിപ്പോ സമാധാനമായി. സമാധാനം അതെത്ര അകലെയാണ് രാധേ. പ്രായമായ രണ്ട് സഹോദരി, അമ്മ. എന്റെ സെലക്ഷൻ ശരിയായില്ല. എന്ത് സെലക്ഷൻ? എന്നെ സെലക്ട് ചെയ്തു. അത് ഞാൻ സഹിച്ചു. ജീവിതകാലം മുഴുവൻ ഇനി സഹിക്കുകയും ചെയ്യും. വേണ്ട, നീ ദുഃഖിക്കും. രമേശത്തുള്ള എന്ത് ദുഃഖവും എനിക്ക് സന്തോഷമാണ്. രാധേ, രമേശ് വന്നിട്ട് അധികം നേരമായോ? അയ്യോ ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. സുരേഷ് കുഞ്ഞിന് 100 ആയുസാണ്. വിട്ടി കുഞ്ഞിനല്ല എന്നെ. രമേശ് എന്നുള്ളത് എപ്പോഴും എന്റെ നാവിന് സുരേഷ് എന്നേ വരത്തുള്ളൂ. വക്കീൽ സാറെ കാറിൽ വെച്ച് കുഞ്ഞിനെ പറ്റി തന്നെ പറയുകയായിരുന്നു. ശാന്തയുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചാ രമേശ് ക്ഷണിക്കാൻ വന്നാണ്. കല്യാണം നടത്തി കൊടുക്കേണ്ടത് നമ്മളെ എന്തിനാ രമേശ് ക്ഷണിക്കാൻ വന്നത്? വിവരം അറിയിക്കാമെന്ന് കരുതി. അത് വേണമല്ലോ. ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മറ്റൊരു കല്യാണത്തെ പറ്റി ആലോചിക്കേണ്ടതുണ്ടല്ലോ. ഇല്ലേ രാഘവേ? രമേശേ, ഞാനതൊന്ന് മാറ്റിയിട്ടിട്ട് വരാം. ഇരിക്കേ. ഇതുവരെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ. ഒന്നിനെ പറ്റിയും തിട്ടപ്പെടുത്തി പറയാൻ വയ്യ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ചെറുക്കനും പെണ്ണും അച്ഛൻ തന്നെ സമീപിക്കുന്നത്. എന്തിനാ? ആശീർവാദം വാങ്ങിക്കാൻ. നന്നായിട്ടുണ്ട്. ഇത് ശാന്ത ചേച്ചിക്ക് നന്നായി ചേരും. ചേട്ടാ, ഇതുപോലൊരു സാരി എനിക്കും വാങ്ങിച്ചു തരൂ. നിന്റെ കല്യാണം വരട്ടെ. ഒന്ന് പോ ചേട്ടാ. അമ്മേ, ഇവള് പറയുന്ന കേട്ടാ തോന്നി ഇവക്ക് കല്യാണമേ വേണ്ടത്. ഇതിനെല്ലാം കൂടി എത്ര രൂപയായി മോനെ? അത് കുറച്ചായി. അവളെവിടെ? ശോഭേ, അവളെ വിളിക്കേ. ശാന്ത ചേച്ചി, ചേട്ടൻ വിളിക്കുന്നു. ചേട്ടാ, രാധ ചേച്ചി വന്നിട്ടുണ്ട്. ഓഹോ. രണ്ടുപേരും കൂടി 2 മണിക്കൂറായി രഹസ്യം പറച്ചില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴേ എന്നെ ഓടിച്ചു. എടേ, ഇതൊക്കെ ഇഷ്ടമായോ നോക്ക്. മക്കളെടുക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഇനി കുറെ നാളേക്ക് ശാന്ത നമ്മളെ ഒന്നും ഓർക്കില്ല. അതെന്താ? ഹണിമൂണല്ലേ? ഓ, അത് ശരിയാണല്ലോ. കല്യാണത്തിന് മുൻപ് രണ്ടുപേരും കൂടി നടത്തുന്ന ഹണിമൂൺ ഞങ്ങളാരും അറിയുന്നില്ലെന്നായിരിക്കും. എന്റെ പൊന്നു രാജേച്ചി, നിങ്ങളുടെ കല്യാണത്തിനെങ്കിലും എനിക്ക് ഇതുപോലൊരു പട്ടുസാരി വാങ്ങിച്ചു തരാൻ ചേട്ടനോട് പറയണം കേട്ടോ. നീർക്കോലി നീലിമ, ലെക്ചറർ, വിമൻസ് കോളേജ്. എന്ത്? നീർക്കോലി നീലിമ, ബെൻസ് ഭാഗീരഥി, ഭൂലോകരംഭ ഭവാനി. ഇവരെല്ലാം ലെക്ചർമാരാ. ഇവർക്കെല്ലാം ഇൻവിറ്റേഷൻ കൊടുക്കണം. ശരിക്കുള്ള പേര് പറ, എഴുതാം. ഇരട്ട പേര് പറഞ്ഞ് ശരിക്കുള്ള പേര് ഓർമ്മയെ വരുന്നില്ല. ഓർമ്മ വരുമ്പോഴേ നീ തന്നെ എഴുതിയാ മതി. എടി ശാന്തേ, നിനക്ക് ചിലരെല്ലാം നേരിട്ട് ക്ഷണിക്കണമെന്ന് പറഞ്ഞില്ലേ? ക്ഷണിക്കണം. ഞാൻ നാളെ കാറുമായി വരാം. രാവിലെ തന്നെ റെഡി ആയിരിക്കണം. രാജേച്ചി, ഞാനും വരാം. ഒന്നും വേണ്ട, നീ നാളെ ഇതെല്ലാം സ്റ്റാമ്പ് ഒട്ടിച്ചയക്കണം. ഓക്കെ? ഓക്കെ.
ഹലോ ശോഭ, എവിടേക്കാണ്? ശാന്തേച്ചിയുടെ കല്യാണക്കുറിയാ പോസ്റ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു. ഞാൻ വീട്ടിലേക്ക് വന്നെന്ന് കരുതായിരുന്നു ശാന്തയെ കാണാൻ. അതിന് ശാന്തേച്ചി വീട്ടിലില്ലല്ലോ. രാജചേച്ചിയുടെ കൂടെ ചിലരൊക്കെ നേരിട്ട് ക്ഷണിക്കാൻ പോയിരിക്കുക. സന്ധ്യയ്ക്ക് മുമ്പ് വരും. എന്നാ വരും, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, താങ്ക്സ്. മറ്റേ ശാന്തി, ഞാൻ അച്ഛനൊന്ന് ഫോൺ ചെയ്തിട്ട് വരട്ടെ. ഹലോ അച്ഛൻ, ഞാനാണ് രാധ. എല്ലാവരെയും ക്ഷണിച്ചു വന്നപ്പോ വൈകി. ഞാൻ ശാന്തി വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാം. കുറച്ച് ലേറ്റാവും. പന്ത്രണ്ട് പണി രാത്രി തന്നെ കഴിയുമല്ലേ? അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാം നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് റെഡിയായിരിക്കും. ആരെയും ക്ഷണിക്കാൻ മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നുമില്ല അമ്മേ, ശാന്തയുടെ കല്യാണം ഭംഗിയായി നടക്കും. രമേശ്, എന്താ ശാന്തി ആരൊക്കെയോ ഒരു ടാക്സിയിൽ പിടിച്ചു വയറ്റിക്കൊണ്ടുപോയി. എങ്ങോട്ട്? എങ്ങോട്ടൊന്നും എനിക്കറിയില്ല. ടാക്സിയുടെ നമ്പർ MSK 4584. ദൈവമേ, ഞാൻ വരും. രമേശ്, ആ കാറാണ്. താൻ നേരത്തെ ഈ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയ പെൺകുട്ടിയോട്. പെൺകുട്ടിയോ? എന്റെ വണ്ടി ആണുങ്ങൾ പെണ്ണുങ്ങൾ കയറാറുണ്ട്. താനാരോ മിസ്റ്റർ ചോദിക്കാൻ? മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലത്. താൻ അവിടെ കൊണ്ടുപോയി. താനാരോ ചോദിക്കാൻ? പറയാം സാർ, ആ റബ്ബർ ഫാക്ടറിയുടെ അടുത്തുള്ള കെട്ടിടത്തിലാ. രമേശ്, ഞാൻ പോലീസിനെ വിവരം അറിയിക്കാം. ശരി, വണ്ടി കയറൂ.